വെൽക്കം ടു ഡേ 74 കേട്ടോ. ഇന്ന് ഓടുന്നത് 10 മണിയായിട്ടാണ്. ഒന്നും പറയണ്ട, എന്നിട്ട് പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഓടാൻ നിൽക്കുന്നത്. ഞാൻ ശരിക്കും ഈ പണിയും ഫിറ്റ്നസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ. കാരണം ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെ ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എളുപ്പമല്ല കേട്ടോ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇത്. ഞാനിപ്പോൾ ഈ ജോലിയിലേക്ക് കയറിയതിൻ്റെ ശേഷമാണ് എനിക്കിപ്പോൾ മനസ്സിലായത് രണ്ടും കൂടി കൊണ്ടുപോകൽ അത്ര എളുപ്പമല്ല എന്നുള്ളത്. എന്തെന്നായാലും എനിക്ക് പറ്റുന്ന പോലെ ഹെൽത്തിന് മാക്സിമം പ്രയോറിറ്റി കൊടുത്തിട്ട് കൊണ്ടുപോകും, അതത്രേ ഉള്ളൂ. പിന്നെ പറയാൻ കാരണം എന്താ അറിയുമോ, ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക്സ്, ഫാറ്റി ലിവർ ഇതൊക്കെ കൂടിയിട്ടാണ് കടന്നു പോണത്. അപ്പോൾ ഇതൊക്കെ മുന്നേ നമ്മൾ ജീവിച്ചതിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. അത് മാക്സിമം ഇല്ലാണ്ട് നോക്കണം. നമ്മളെ പാരൻസിന് അവർക്കൊന്നും വരുത്താതെ നോക്കണം. ഇനി അവരൊക്കെ നമ്മൾ പറ്റുന്ന പോലെ സേവ് ചെയ്യണം. അവർ ഇനി മരുന്ന് കഴിപ്പിക്കാണ്ട് ഫുഡിലൂടെ നല്ല ഫുഡ് കൊടുത്ത് അങ്ങനെ ഇനി സെറ്റാക്കണം. അല്ലാണ്ട് ഇനി വെറുതെ മരുന്ന് പണിയിട്ട് അസുഖം മാറ്റുന്നതിൻ്റെ ഭേദം ഫുള്ള് ഫുഡിൽ നമ്മൾ നോക്കണം. അത് ആണ് അതിൻ്റെ ശരി. എന്തായാലും വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. ഓട്ടം നോക്കട്ടെ. ലെറ്റ്സ് ഗോ. ഷർട്ടൊന്നും ഇടാണ്ട് ഞാൻ ഒട്ടിക്കൂടെ കൊടുക്കണം കേട്ടോ. നാട്ടുകാർ മൊത്തം ഞാൻ പേടിപ്പിക്കും. നാട്ടുകാർ കേൾക്കുന്നത് ഏത് പ്രാന്ത 10 മണിക്ക് കഴിച്ച് ഓടുന്നതൊക്കെ കൂടുതൽ നമ്മൾക്ക് എന്ത് വെച്ചാലേ. ഇപ്പം ഞാൻ പോണത് എൻ്റെ അവിടുത്തെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഇരുട്ടുള്ള സ്ഥലത്ത് കൂടെ എത്താം. സംഭവമൊക്കെ പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടില്ല. പക്ഷെ ചില സമയത്ത് പേടിയുണ്ടാവും കേട്ടോ. എല്ലാവരും ഡെയിലി ജിമ്മിന് പോകണം, ഡെയിലി എക്സ്ട്രീമായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും റണ്ണിങ് ചെയ്യണം. അത് ഞാൻ മനസ്സിലാക്കിയത് എന്താ അറിയോ, നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ ബ്ലോക്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റണ്ണിങ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതൊന്ന് കുറച്ച് റെഡ്യൂസ് ആവും. വരില്ല 100% പറയുന്നില്ല, പക്ഷേ വരാൻ സാധ്യത കുറച്ച് കുറവാണ്. അപ്പോൾ ഡു സ്റ്റാർട്ട് റണ്ണിങ്. ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ 2.7 കിലോമീറ്റേഴ്സ് ഓടിയിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പരിപാടി സൂപ്പറായിരുന്നു. രാത്രി ആണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ മൂടായി. ഇനി ഒരു ഉറക്കം ഉറങ്ങി നാളെ അടുത്ത പണി ഏതാ മൂടി. അപ്പോൾ ഓക്കെ കേട്ടോ.